സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ ദൈവത്തിൻ്റെ മക്കളെ. പോരാ, ഈ നാളുകളിൽ 3-4 മാസം മുമ്പ് ദൈവം എന്നെ വലിയ കൃപ കൊണ്ടൊരു നല്ല സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. മറ്റൊരു സ്ഥലമൊന്നുമല്ല, വിദേശത്താണ്. ടർക്കി എന്ന് പറയുന്ന ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറാഖിൻ്റെ ഭാഗമാണ്. ടർക്കി എന്ന് പറയുന്ന സ്ഥലമാണ്. ടർക്കി എന്ന് വെച്ചാൽ ഇറാഖിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ടർക്കിയിൽ പോയപ്പോൾ അവിടെ നമ്മുടെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ്, വളരെ 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 കുറവാണ്. മലയാളീസ് ആരും തന്നെ ഇല്ല, അവിടെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അക്കൂട്ടത്തിൽ ഞാൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ എഫേസസിൽ പോയി. എഫേസസ് എന്ന് പറയുന്ന ചരിത്രപ്രധാനമായ സ്ഥലം, അവിടെ യോഹന്നാൻ്റെ കല്ലറ എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ദേവാലയം, ഇതെല്ലാം അതുണ്ട്. അത് കൂടാതെ ഏറ്റവും വലിയ എഫേസസിലെ സംഭവം ശ്രദ്ധിക്കണേ, ഇത് വലിയൊരു കാര്യം പഠിപ്പിക്കാനാണ്. യോഹന്നാൻ്റെ വീട് എന്ന് പറയുന്നൊരു സ്ഥലം അവിടെയുണ്ട്. പ്രിസലോഷ്, അവിടെ എഫേസസിൻ്റെ ഒരു മലയുടെ മുകളിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു വീട്. അത് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നതും പിന്നെ കാതറിൻ എംബറിച്ച് എന്ന് പറയുന്നൊരു വിശുദ്ധയായ സഹോദരിക്ക് കിട്ടിയ വെളിപാടുകൾ എല്ലാം കൂടി കൂട്ടിച്ചേർത്തുള്ളൊരു പഠനങ്ങളെല്ലാം നടത്തിയിട്ട് യോഹന്നാൻ്റെ വീട് 2000 വർഷം പഴക്കമുള്ള വീടാണത് എന്ന് ചരിത്രകാരന്മാർ സ്ഥാപിക്കുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ബെനഡിക്റ്റ് രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. ഈ യോഹന്നാൻ്റെ വീട്ടിൽ പരിശുദ്ധ അമ്മ താമസിച്ചിരുന്നു എന്നും ഒരു പാരമ്പര്യത്തിൽ പറയുന്നത് അവിടെ നിന്നാണ് പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തത് എന്നും സഭ വിശ്വസിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തിൽ ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്, വലിയൊരു പാരമ്പര്യം. കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരിയേറെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയും. അതായത് പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പരിശുദ്ധ പത്രോസും പൗലോസും തോമാസ് ലീഹ ഒഴിച്ചുള്ള മറ്റെല്ലാ അപ്പസ്തലന്മാരും ഈ പറഞ്ഞ എഫേസസിലെ ഈ യോഹന്നാൻ്റെ വീട്ടിലെത്തി പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വരുന്നുണ്ട്. എന്നിട്ട് തലേദിവസം വൈകുന്നേരം ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചതായിട്ട് സഭയുടെ അവിടെ ഒരു പാരമ്പര്യ കഥ പറയുന്ന വിശുദ്ധ കുർബാന അർപ്പിച്ചെന്നും ആ കുർബാന പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തെന്നും അതെടുത്ത് സൂക്ഷിച്ചു വെച്ചെന്നും പിറ്റേ ദിവസവും പരിശുദ്ധ അമ്മയ്ക്ക് കുർബാന കൊടുത്തതും ആ ദിവസമാണ് അമ്മ സ്വർഗാരോഹണം ചെയ്തത് എന്നുള്ള ഒരു പാരമ്പര്യ കഥ പഠിപ്പിക്കുന്നുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വെച്ചാൽ പരിശുദ്ധ കുർബാന എന്നത് 2000 വർഷമായിട്ട് സഭയിൽ ഉള്ള അതിശക്തമായ സംഭവമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പരിശുദ്ധ കുർബാന എന്നത് ഇന്നോ ഇന്നലെയോ ആരെങ്കിലും കണ്ടുപിടിച്ച് അത് ഈശോ മിശിഹ അന്ത്യത്താഴ വേളയിൽ ആരംഭിച്ച ആ പരിശുദ്ധ കുർബാന എന്നത് സഭയിൽ ആദ്യകാലത്തൊട്ട് തന്നെ ആദ്യ സഭയിൽ തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ അത് അവർ നിർവഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ ആ ഒരു സംഭവത്തിലൂടെ പഠിക്കാറുണ്ട്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവകൃപ കൊണ്ട് അവിടെ ഒരു കുർബാന അർപ്പിക്കാൻ സാധിച്ചു. അവിടെ വചനം പ്രഘോഷിച്ചു. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി കേട്ടോ. അവിടെയുള്ള ആളുകൾ വെച്ചാൽ അവിടെ അന്ന് ഇനി പിൽഗ്രിമേജായിട്ട് തീർത്ഥാടകരായിട്ട് വരുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി. അപ്പം അതിനുശേഷം അവിടുന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഫാദർ ഡൊമിനിക്, യു ഹാവ് ടു വിസിറ്റ് ദ പോർട്ട് ഓഫ് എഫേസസ്. എഫേസസ് എന്ന് പറഞ്ഞ എഫേസസ് പോർട്ടുണ്ട്, ഒരു തുറമുഖമുണ്ട്. അത് പഴയ തുറമുഖമാണ്, അതൊന്ന് കാണാൻ പോകുന്നത് നന്നായിരിക്കും അച്ഛൻ. അപ്പോൾ എനിക്ക് തിരക്കാൻ അല്ല വീണ്ടും അവർ നിർബന്ധിച്ച് എങ്ങനെയുള്ള കണ്ടിട്ടേ പോകാറുള്ളൂ. ഇനി ഞാനങ്ങനെ സാധാരണ മറ്റു കാര്യങ്ങൾക്ക് പോകാറില്ല, അതുകൊണ്ടാണ് ഞാൻ മടി പിടിച്ചത്. പക്ഷെ അവരൊന്ന് പോയി കണ്ടച്ചു പോകണം. അപ്പോൾ അതിനുശേഷമാണ് പോർട്ടിലോട്ട് പോകുമ്പോൾ, പോർട്ടെന്ന് വെച്ചാൽ പഴയതാണ്, BC 700കളിൽ പണിയപ്പെട്ട പോർട്ടെന്നാണ് ചരിത്രം. BC 700 എന്ന് വെച്ചാൽ ഈശോ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട എഫേസസിൻ്റെ ഒരു പോർട്ട്, ഒരു തുറമുഖം. അവിടെ ശരിക്കും അതൊരു വലിയൊരു സംഭവം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണേണ്ടത് തന്നെയാണെന്ന് മനസ്സിലായത്. ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു പട്ടണമായിരുന്നു എഫേസസ് പട്ടണം. അത് മുഴുവൻ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാർബിളുകളുണ്ട്. അതെല്ലാം തകർന്നടിഞ്ഞാണ് കിടക്കുന്നത്. പക്ഷേ അതിന് ചരിത്രം പഠിക്കുമ്പോൾ കാണാം വളരെ മനോഹരമായ ഡൂമുകൾ, കെട്ടിടങ്ങൾ, മുറികളെല്ലാം. ഇവിടെ ശരിക്കും പറയും 4 കിലോമീറ്ററോളം ചുറ്റളവ് ശരിക്കും ഒറ്റ ബിൽഡിങ് പോലെയാണത് കിടന്നത്, ഒറ്റ അങ്ങ് ചേർന്ന് അത് നിലമ്പൂർ മുഴുവൻ മാർബിളുകൾ കൊണ്ട് സംഭവിച്ചത്. ഈ പട്ടണത്തിലാണ് എല്ലാവിധ തിന്മകളും നേരിടുക. ഇവിടെ ഈ പട്ടണത്തിലാണ് പൗലോസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച സ്ഥലം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് ലീഹ അവിടെ ഒരിടത്ത് വെച്ച് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആളുകളെ പൗലോസ് ലീഹായെ ബന്ധിച്ച് ശരിക്കും പിടിച്ചു വലിച്ചിഴച്ച് പൊതുമണ്ഡപത്തിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്ത് കൊന്നുകളയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എങ്ങനെയോ കഷ്ടിച്ച് പൗലോസ് ലീഹ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു സംഭവം പറയുന്നുണ്ട്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
ഈ നഗരത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ അച്ഛൻ ശ്രദ്ധിക്കണം. അതായത് ഈ നഗരത്തിൻ്റെ പ്രത്യേകത എല്ലാവിധ തിന്മകളും കൂടിയിരുന്ന സ്ഥലമായിരുന്നു. പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്ന ആ നഗരത്തിൻ്റെ ഒന്ന് അർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവതയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തിന്മകൾ, മ്ലേച്ഛാചാരങ്ങൾ, അതായത് നരഹത്യ, ശിശുബലി, പൈശാചിക ആരാധന, വ്യഭിചാരം എന്നത്, വേശ്യാവൃത്തി എന്നത് തൊഴിലാക്കിയിരിക്കുന്ന, ആരാധനയുടെ പോലും ഭാഗമാക്കിയിരിക്കുന്നൊരു സ്ഥലം. അപ്പോൾ അതിലൊരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ പോയിട്ടില്ല. ആ സ്ട്രീറ്റ് പഴയ സ്ട്രീറ്റിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതിലേ പോകുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭിത്തികളിലൊക്കെ കാണാൻ പറ്റും മ്ലേച്ഛതയുടെ രൂപങ്ങളും ചിത്രങ്ങളും കൊണ്ട്. കാരണം വെച്ചാൽ തുറമുഖത്ത് കപ്പൽ മാർഗത്തിൽ വന്ന് ഇറങ്ങുന്ന ആളുകൾ അവിടുന്ന് വരുമ്പോൾ ഈ ദേവതയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വരുന്ന വഴികളിൽ വേശ്യാലയങ്ങളുണ്ടായിരുന്നു. മ്ലേച്ഛത നിറഞ്ഞ സ്ഥലം, മുഴുവൻ തിന്മ. അവിടെയാണ് പൗലോസ് ശ്ലീഹ വന്നിട്ട് പറഞ്ഞു, മക്കളെ ഈ മാർഗത്തിൽ നിന്ന് പിന്മാറണം, മാനസാന്തരപ്പെടണം, ഈശോയിലേക്ക് വരണം. യഥാർത്ഥ രക്ഷകൻ ഈശോ മിശിഹ മാത്രമാണെന്ന് ധൈര്യപൂർവ്വം പ്രസംഗിച്ചത്. ചരിത്രം പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, വൈകുന്നേരങ്ങളാകുമ്പോൾ തെരുവ് മുഴുവനും മദ്യപാനവും മ്ലേച്ഛതയും പാപവും പണവും സകർസും. ഞാൻ ഓർക്കാറുണ്ട് അവിടുത്തെ ബിൽഡിംഗ് കണ്ടപ്പോൾ എനിക്ക് ഇന്ന് ലോകത്തിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ നമ്മൾ കാണാറുണ്ട്. എന്തെല്ലാം സ്ട്രക്ചേഴ്സും എന്തെല്ലാം ബ്യൂട്ടിഫുള്ളായ ബിൽഡിങ്ങുകൾ, നല്ല തൂണുകളും കലാരൂപങ്ങളൊക്കെ ഇന്നും ഈ കാലഘട്ടം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ടൗണിലുണ്ടായിട്ടുള്ള അവിടെയുള്ള കലാരൂപങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് അത്രമാത്രം ഭാരമുണ്ട്. കാരണം ചരിത്രം പഠിക്കുമ്പോൾ ബുദ്ധിജീവികളുടെ സ്ഥലമായിരുന്നു എഫേസസ്. ബുദ്ധിജീവികളുടെ സ്ഥലമാണ്. അതുകൊണ്ട് പൗലോസിനോട് തർക്കിക്കുന്നുണ്ട് ഇവർ. പൗലോസ് പറയുന്ന വിശ്വാസത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ചങ്കൂറ്റത്തോടെ വരുന്ന ആളുകളുണ്ട്. അവിടെ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ മിശിഹായിൽ മാമോദിസ സ്വീകരിച്ചവരുടെ എണ്ണം വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അങ്ങനെ വന്നൊരു ക്രൈസ്തവ കമ്മ്യൂണിറ്റി സമൂഹത്തിൽ നിന്ന് കുറച്ച് പേര് തിരിച്ചു പോകുന്നതുകൊണ്ട് ചരിത്രം പഠിപ്പിക്കുന്നു. ഞാൻ നാളുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം സ്ഥലം കണ്ടപ്പോൾ ഒത്തിരി പഠിക്കാൻ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അറിവ് കിട്ടി. നമ്മളും വചനം പ്രഘോഷിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ അമ്മ വേണ്ടി പഠിപ്പിച്ചു. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ഒരു വലിയൊരു ഗ്യാലറി ഉണ്ട്. ആ ഗ്യാലറി ഏറ്റവും കുറഞ്ഞത് 50,000 പേർക്കെങ്കിലും ഒരുമിച്ചിരുന്നു കൊണ്ട് ആസ്വദിക്കാവുന്നൊരു സ്ഥലം. അപ്പോൾ അതിൻ്റെ താഴ്വരത്തേക്ക് അവർ പറയുമായിരുന്നു, ഇവിടെയൊക്കെ മനുഷ്യനെ കൊണ്ടുവന്നിടുന്ന മൃഗ വിനോദങ്ങൾ നടന്നിരുന്ന സ്ഥലം. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുന്ന, പിടിവലി ഉണ്ടാക്കുന്ന, മനുഷ്യനെ മൃഗങ്ങൾക്ക് അടിച്ചു കീറുന്ന, തിന്നുന്ന, അത് കണ്ടിട്ട് കുടിച്ചും തിന്നും ആസ്വദിക്കുന്ന അങ്ങനൊരു സമയം. അപ്പം അവിടെ എല്ലാത്തരം വിളച്ചതകളും കുടുംബ ബന്ധങ്ങളോ വിശുദ്ധിയോ അങ്ങനെയൊന്നുമില്ല. അവർ ഈ പറയുന്ന പൈശാചിക ശക്തിയെ, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് അതിനെ പ്രസാദിപ്പിക്കാനാണ് മുഴുവൻ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും പൈശാചിക ശക്തിയുടെ മുഴുവൻ പ്രവർത്തനവും. ശരിക്കും ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പൗലോസ് ശ്ലീഹായുടെ ഒരു വചനത്തിൻ്റെ മഹാത്മ്യം എനിക്ക് പൗലോസ് ശ്ലീഹ ബൈബിൾ ഓരോ വചനത്തിൻ്റെയും ചരിത്ര പശ്ചാത്തലം പഠിച്ചു കഴിയുമ്പോൾ അതിന് പവർ, ഭയങ്കര പവറാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഫെസോസ് ലേഖനം 6:10-20 വരെയുള്ള വചനം എഴുതിയത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മാമോദിസ സ്വീകരിച്ച് ആ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഈശോ മിശിഹായിലൂടെ രക്ഷപ്പെട്ട ദൈവജനത്തിന് നിലനിൽപ്പിന് വേണ്ടി കൊടുക്കുന്ന വചനമാണ് എഫെസോസ് 6:10-20 വരെ. അവസാനമായ കർത്താവിലും അവിടെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവാൻ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ, സമാധാനത്തിന് സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാൻ, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങൾ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യും. ഒരു പടയാളിയെ പോലെ ആത്മീയ ഉപകരണങ്ങൾ, ആത്മീയ ആയുധങ്ങൾ കൊണ്ട് പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് ആ നാട്ടിലൂടെ നടക്കാവുള്ളൂവെന്ന് പൗലോസ് ശ്ലീഹ ദൈവജനത്തിന് പറയാണ്. കാരണം പൈശാചിക ശക്തിക്കെതിരെയുള്ള യുദ്ധം. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവിടെ വെച്ച് പൗലോസ്ലീഹ സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലത്ത് വെച്ച് പൗലോസ്ലീഹ പിടിച്ചു വലിച്ചിഴച്ച് അവരൊരു ഉയർന്ന മണ്ഡപത്തിൽ കൊണ്ട് വിചാരണ നടത്തി കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് എങ്ങനെയോ രക്ഷപ്പെട്ട് തെസ്സലോനിക്കയിലോട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് വിഷമിച്ചു. കാരണം പൗലോസ്ലീഹയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് അറിയാമായിരുന്നു. സർവ്വോടത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അച്ഛൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. പൗലോസ്ലീഹയുടെ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞു, പത്രോസ്ലീഹയുടെ സുവിശേഷം ആ പ്രദേശം എല്ലാം കഴിഞ്ഞു. കാലങ്ങൾ കുറേ മുന്നോട്ട് കഴിഞ്ഞപ്പോൾ ഈ പൗലോസ്ലീഹ സുവിശേഷം പ്രസംഗിച്ച ഈ സ്ഥലത്ത് വലിയൊരു സംഭവം ഉണ്ടായി. വലിയൊരു ഭൂമി കുലുക്കം. ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ താമസിച്ചിരുന്ന ഈ സ്ഥലം കംപ്ലീറ്റ് തകർന്നുപോയി. അതിനം മുഴുവൻ തീർന്നുപോയി. ചരിത്രം പക്ഷേ ഒരു മിറക്കിളൊരു ഏറ്റവും വലിയൊരു ഭൂകമ്പമാണ്. ആ ഭൂകമ്പത്തിലെല്ലാം തകർന്നിടിഞ്ഞ് ഇന്ന് അവശിഷ്ടങ്ങളായിട്ട് മാത്രം ഒരു ആളുകൾക്ക് കാണാൻ മാത്രം കൊള്ളാവുന്ന സ്ഥലം എന്ന് ജസ്റ്റ് ഒരു അങ്ങനെ സ്ഥലം പുരാവസ്തു കേന്ദ്രം പോലെ നിൽപ്പുണ്ട് എല്ലാം. പക്ഷേ ഒരു അത്ഭുതം വെക്കണോ, ഈ വലിയ ഭൂകമ്പം ഉണ്ടായിട്ടും തകരാത്തൊരു സ്ഥലമുണ്ട്. അതാ അതിനവിടുന്ന് തൊട്ടടുത്തുള്ള മലയുടെ മുകളിൽ ഇരിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും യോഹന്നാൻ്റെയും വീടിന് ഒരു പോറൽ പോലും സംഭവിക്കാതെ അതേപടി അവശേഷിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരെ കണ്ടു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വിശുദ്ധിയുള്ള സ്ഥലങ്ങളും കുടുംബങ്ങളും മാത്രമേ കുറെ കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുള്ളൂ. പാപം നിറഞ്ഞ സ്ഥലങ്ങൾ എന്തേറെ വളർന്നാലും, കാശ് എന്തേറെ വളർന്നാലും, പാപം നിറഞ്ഞവനും പാപം നിറഞ്ഞ സ്ഥലങ്ങളും വീടുകളും കാലക്രമേണ അപ്രത്യക്ഷമായിരിക്കും. സഭയും അവിടെ നിലനിന്ന് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ്ലീഹയുടെ വചനം കേട്ട് കർത്താവിനെ സ്വീകരിച്ച് സഭയിൽ ഐക്യപ്പെട്ട് വിശുദ്ധ കുർബാനയിലും കൂദാശയിലും ജീവിച്ചിരുന്ന ആ ദൈവജനത്തിൻ്റെ ചെറിയൊരു കൂട്ടായ്മ അതുമാത്രം അവശേഷിക്കുന്നു. ബാക്കിയെല്ലാം കാലക്രമത്തിൽ അത് നീങ്ങിപ്പോവുക. പ്രസലോഷ് അവിടെ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ഇതൊന്ന് പറയാൻ കരുതാണ്. സുവിശേഷം കേൾക്കാൻ വരുമ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളോ രോഗശാന്തികളോ അതിലേക്കൊന്നും നിങ്ങളുടെ മനസ്സ് പോകരുതേ. നിങ്ങൾ മനസ്സ് മുഴുവൻ പോകേണ്ടത് ഒറ്റ ആളിലേക്ക് മാത്രമേ പോകാവുള്ളൂ. ഈശോ മിശിഹായിലേക്ക് മാത്രം നിങ്ങളുടെ മനസ്സ് പോകട്ടെ. പ്രസലോഷ് ആത്മരക്ഷയെക്കുറിച്ച് മാത്രം, വേറെ രക്ഷയൊന്നും വലിയ കാര്യമൊന്നുമില്ല. വേറെ സൗഖ്യങ്ങളോ നേട്ടങ്ങളോ പണമോ കടബാധ്യതമാർ അതൊന്നുമല്ല മക്കളെ രക്ഷ. രക്ഷയെന്ന് വെച്ചാൽ നിന്റെ ആത്മാവ് പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കരകയറി ഈശോ മിശിഹായുടെ പരിശുദ്ധ രക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് രക്ഷപ്പെടണം, കുടുംബ രക്ഷപ്പെടണം. നമ്മളൊക്കെ പാരമ്പര്യ കുടുംബത്തിൽപ്പെട്ടവരാണ്. നമ്മളൊക്കെ വലിയ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ വിചാരം ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടവരാണ്. ഇനി മാനസാന്തരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി സ്തുതിക്കേണ്ട ആവശ്യമൊന്നും, പ്രാർത്ഥിക്കേണ്ട ആവശ്യം, കുമ്പസാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കുഴപ്പം. ഒത്തിരി ആളുകൾ തലയിൽ പിശാച് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം, എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോയിക്കോളും. പ്രസ്തലോഷ് എങ്ങനെ ജീവിച്ചാലും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഏത് പാപത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇത് രക്ഷ എന്നത് ആത്മരക്ഷയാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടുമുട്ടിയത് ഈ സംഭവം മാത്രം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവിടുന്ന് ഈശോ, ഞാൻ അടുത്തൊരു സ്ഥലം, തൊട്ടടുത്ത സ്ഥലം, അവിടുന്ന് ഞങ്ങൾ പോകുന്ന വഴിയിലൊരു സ്ഥലമാണ് സ്മിർന എന്ന് പറയുന്നത്. സഭയിൽ നമുക്കറിയാം, ബൈബിൾ പഠിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ 7 സഭകൾക്ക് കത്തുകൾ എഴുതുമ്പോൾ അതിലൊരു സഭയാണ് സ്മിർന എന്ന സഭ. അവിടെ അത് ശരിക്കും വിശുദ്ധ പോളികാർപ്പ് എന്ന് പറയുന്ന യോഹന്നാൻ്റെ ശിഷ്യൻ സ്ഥാപിച്ച, വിശുദ്ധ യോഹന്നാൻ്റെ ശിഷ്യൻ സ്ഥാപിച്ച വിശുദ്ധ പോളികാർപ്പാണ് ആദ്യത്തെ മെത്രാൻ. അവർക്ക് കത്തീഡ്രലുണ്ട്. ആ കത്തീഡ്രലിൽ പോയി അവിടുത്തെ പിതാവിനെയൊക്കെ ഞാൻ കണ്ടേ. അപ്പോൾ അവിടെ വെച്ച് അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞങ്ങളുടെ നാടിനോടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയാം എന്താണോ, ഒത്തിരി ചെറുപ്പക്കാർ വിവാഹം കഴിക്കാമെന്ന് ഇപ്പോൾ ഉണ്ട്, ഒത്തിരി പേരുണ്ട് അച്ഛാ, 10, 35, 40 കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറയാം എന്ത് പറ്റി അച്ഛാ? അത് വേറൊന്നുമല്ല അച്ഛാ, നമ്മുടെ ആളുകളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് അല്ല അച്ഛാ, വേറെ വിശ്വാസത്തിലേക്ക് പോകാൻ അവരാരും തയ്യാറല്ല. അവർ പറഞ്ഞത് കല്യാണം കഴിച്ചില്ല, പക്ഷേ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറല്ല. പ്രസലോഷ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മക്കളുണ്ട്. അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഐ എം വെരി സോറി. ഈശോയെ അറിഞ്ഞ കുറേ മക്കളെ ഞാൻ അവിടെ കണ്ടു. രക്ഷ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളെ ഞാൻ കണ്ടു. എനിക്കതൊരു തീയായിരുന്നു, ഒരു അഗ്നി ഇറങ്ങിയൊരു അനുഭവമായിരുന്നു, ഒരു പരിശുദ്ധാത്മ സ്നാനം സംഭവിക്കുന്ന അനുഭവമായിരുന്നു. തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവനും ഒരു ഫെയ്ത്തിനെ കുറിച്ചുള്ള
പലപ്പോഴും നമ്മുടെ ഇടയിൽ നല്ല കാര്യങ്ങളാണ്, പാരമ്പര്യ കുടുംബം നല്ല, പക്ഷേ സൂക്ഷിക്കണം, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. നമ്മൾ കൊടുക്കേണ്ടത് ഫെയ്ത്താണ്. വിശ്വാസം കിട്ടാതെ വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഈശോയിലുള്ള വിശ്വാസം. അതിനുവേണ്ടി മരിക്കുന്ന ഒരാളുകളെ ഞാൻ കണ്ടേ, മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകൾ ജീവിതം തന്നെ കളയുന്നു. ഈശോ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു വെച്ചാൽ മൊത്തം പോവും, അതുകൊണ്ട് വേണ്ട, ഇത് മതി. പീഡനങ്ങൾ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഏറ്റുപറയുന്ന ചെറുപ്പക്കാർ. ഒരു ധ്യാനം, അവിടെ ഒരു കൺവെൻഷൻ ഞാൻ ഒരു അണ്ടർഗ്രൗണ്ട് ചർച്ച് നടത്തിയപ്പോൾ ഞാൻ ഓർമ്മിക്കുക, അവിടെയുള്ള ആളുകൾ മുഴുവൻ ചെറുപ്പക്കാർ, പാട്ട് പാടുന്നതിനും എല്ലാത്തിനും സ്തുതിക്കുന്നതിനും അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തുന്നതിനും ആൾക്കാരെയൊക്കെ ഒരുക്കുന്ന മുഴുവനും ചെറുപ്പക്കാരായ ആൾക്കാർ. അവർ തീഷ്ണത ഞാൻ ശ്രദ്ധിച്ചു നോക്കി. സോറി ടു ടെൽ യു, അവരുടെ ഉള്ളിൽ ഞാൻ കണ്ടത് അവർ വെറുതെ സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയല്ല, അവരുടെ ഉള്ളിലൊരു ദാഹമുണ്ട്. ആ ദാഹം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല, ഈശോയോടുള്ള സ്നേഹമുണ്ട്, ഈശോയോടുള്ള തീരാത്ത സ്നേഹം. ഇവിടെ നിൽക്കുന്ന എത്ര മക്കൾക്ക് വലതുകരം ചങ്കി വെച്ചുകൊണ്ട് പറയാൻ എൻ്റെ മക്കളെ, ശരിക്കും നമ്മൾ എത്ര പേർക്ക് ഈശോയോടൊരു വ്യക്തിപരമായൊരു സ്നേഹമുണ്ട്? ഹല്ലേലൂയ! ആത്മബന്ധമുണ്ട്. പൗലോസ് പറയുന്ന പോലെ 1 കൊരിന്ത്യർ 2:2, ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല. സ്നേഹം, അതുപോലത്തെ ഒരു സ്നേഹമുണ്ടല്ലോ, ബന്ധം. പൗലോസ് പറയും, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? അത് വേർപെടാനാവാത്തൊരു ക്രിസ്തുവുമായിട്ട്, സഭയുമായിട്ട്, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായിട്ട്, പരിശുദ്ധ കുർബാനയുമായിട്ട്, സഭയുമായിട്ടൊരു ബന്ധമുള്ള എത്ര മക്കൾ ഈ നാട്ടിലുണ്ട്? ഇതെല്ലാവരും പള്ളി നിറച്ചുണ്ട്. പള്ളികളിൽ നിന്നും ആളുകൾ കുറവൊന്നുമില്ല. പെരുന്നാളുകളുടെ സമയം, ഈ സമയമൊക്കെ എല്ലാത്തിനും നമ്മളെല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഈശോയുടെ അടുക്കലിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പറയും, സഭയും ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ടതാണ്. എല്ലാവരും സ്നേഹിക്കും. ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഈശോയെ മഹത്വപ്പെടുത്തുക, അതല്ലേ? സഭയെ സ്ഥാപിക്കുക. സഭയുടെ തന്നെ ലക്ഷ്യം തന്നെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഉദ്ധിതനെ ഏറ്റുപറയുക എന്നുള്ളതാണ് സഭയുടെ ലക്ഷ്യം തന്നെ. ആ ഒരു ബന്ധം ഉണ്ടാകട്ടെ. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്ന ഒരു ജനതയുണ്ടാകട്ടെ, വിശുദ്ധരുണ്ടാകട്ടെ. അവർക്ക് കാണാം ഇതിനിടയിൽ കർത്താവ് വന്നു പോകുന്നത് കാണാൻ പറ്റേ, അവർക്കേ കാണാൻ പറ്റൂ. അല്ലാതെ ബുദ്ധിയിൽ അന്ധകാരമുള്ളവർക്കാർക്ക്. അതുകൊണ്ടല്ലേ 1 കൊരിന്ത്യർ 3:18-19 വചനം പൗലോസ്ലീഹയുടെ നല്ലൊരു വചനമാണ്. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ഭോഷനാക്കട്ടെ. എന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ബുദ്ധിമാന്മാരെ അവരവരുടെ ചിന്തകൾ തന്നെ കുടുക്കുന്നുവെന്നും ബുദ്ധിമാന്മാരുടെ ചിന്തകൾ വിവേകരഹിതമെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:18 നമുക്കറിയാവുന്ന വചനം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം, രക്ഷയുടെ വചനം, ഈശോ മിശിഹ, അത് വിഡ്ഢിത്തമാണ്, അല്ലെ? നാശത്തിലൂടെ ചരിക്കുന്നവർ കുരിശിൻ്റെ വചനം ഭോഷത്വം. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ആ ദൈവത്തിൻ്റെ ശക്തി. അവിടെ കുരിശിൽ വെളിപ്പെട്ടത് ദൈവശക്തിയാണെന്ന് നമ്മൾ ഏറ്റു പറയുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനം നിങ്ങൾക്കറിയാവുന്ന. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കായി പൗലോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ദേവാലയത്തിൽ പോകുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നേരെ നോക്കുക, അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഞങ്ങൾക്കുള്ളത് നസ്രായനായ യേശുക്രിസ്തുവാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കുള്ളത് സ്വർണ്ണമല്ല, വെള്ളിയല്ല, സ്ഥാനമാനമല്ല, ബന്ധങ്ങളല്ല, ഉള്ളത് യേശുക്രിസ്തുവാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, യേശുക്രിസ്തുവുള്ളൂ. എന്തെങ്കിലും ഉള്ളവന്
എല്ലാം ഉണ്ട്, പക്ഷേ യേശു ക്രിസ്തു ഇല്ല. നമ്മൾ ഒരുപാട് പേർക്ക് എല്ലാം ഉണ്ട്, പക്ഷേ യേശു ക്രിസ്തു ഇല്ല. ഞങ്ങൾക്കുള്ളത് ഈശോ മാത്രം, യേശു ക്രിസ്തു. അവൻ്റെ നാമത്തിൽ നിൽക്കാൻ പറയണേ. ഉള്ളത് ഈശോയാ. ഇവിടേക്ക് ഇന്ന് മാതാപിതാക്കൾ, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമാണ്, ഡോക്ടറാണവൻ, എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, വലിയ VIP ആണ്, പൈലറ്റാണവൻ, വലിയ ബിസിനസ്സുകാരനാ, നാട്ടിലെ കോടീശ്വരനാ, എല്ലാം ഉണ്ട്. പക്ഷേ ഈശോ യേശു ക്രിസ്തു മാത്രമേ. സ്വർണമുണ്ട്, വെള്ളിയുമുണ്ട്. ഇത് സ്വർണവും വെള്ളിയും കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ സ്നേഹിതരായ ഡോക്ടർമാരൊരിക്കൽ പറയായിരുന്നു, അച്ഛാ ഒരിക്കലും ഒരു വീട്ടിലെ മകൻ 10-21 വയസ്സ് പ്രായമുള്ള, അവന് ക്യാൻസർ വന്നു. പെട്ടെന്നാണ് അപ്പനമ്മയെ അറിഞ്ഞ് ആകെ കൈവിട്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ അപ്പനെയും വാവിട്ട് കാറിക്കൊണ്ട്, ഡോക്ടറെ എത്ര ലക്ഷം രൂപ വേണം, അല്ല എത്ര കോടി വേണം, തരാം, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാമോ? കൈമുറി ഇഷ്ടംപോലെ വേണം, ഇഷ്ടംപോലെ സ്വത്ത്. പക്ഷെ ഇത് നമുക്കുള്ളത്, ഇത് നമ്മുടെ പ്രശ്നം. നമ്മുടെ എല്ലാം കൈ നിറയെ സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, സ്ഥാനമാനമുണ്ട്, ഇഷ്ടംപോലെ വിദ്യാഭ്യാസമുണ്ട്, ബുദ്ധിജീവികളുണ്ട്, സ്ഥലമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതില്ല. ക്രിസ്ത്യാനിക്ക് വേണ്ടതൊന്നേ ഉള്ളൂ, ക്രിസ്തു മാത്രം. ഉത്തിതൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്തു അവൻ ദൈവമാണ്, മനുഷ്യനുമാണ്. ദൈവത്വവും മനുഷ്യത്വവും ഉത്തിതനെ. അതാണ് യേശുവല്ല, യേശു ക്രിസ്തുവാണ്. ജീസസ് ക്രൈസ്റ്റ്, ഉത്തിതനായ യേശു, അവൻ്റെ സാന്നിധ്യം അവനുണ്ട്. അത് മതി. ഇന്നതാണ് നമുക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവജനത്തിന്റെ ആശീർവദിക്കുമ്പോൾ, നമ്മുടെ കർത്താവിന്റെ തിരുക്കുരിശിനടയാളത്തിൽ ആശീർവദിക്കുമ്പോൾ നമ്മുടെ പേര് ദേശപ്പെടുന്നതിന്റെ പേരും പാപരോഗ പൈശാചികങ്ങളും അസ്വസ്ഥതകളും ആത്മാവിനാൽ അകറ്റപ്പെടുന്നു. അധികാര ശക്തി വെളിപ്പെടുന്നു, സൈനിക അധികാര ശക്തി വെളിപ്പെടുന്നു. ഒറ്റ വിളിച്ചോയെ രോഗികൾ സുഖം പ്രാപിക്കുന്നു. പെൺകൾക്ക് മോചനം, മറ്റർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, മാനസാന്തരത്തിന്റെ കൃപ ലഭിക്കട്ടെ. ഈശോ കർത്താവാണെന്ന് ഏറ്റുപറയാനുള്ള കൃപ ലഭിക്കട്ടെ. ഈശോ മാത്രമാണ് കർത്താവ്, ഈശോ മാത്രമാണ് രക്ഷകൻ, ഈശോ മാത്രമാണ് ദൈവം. ഒറ്റ വിളി കരമെത്തി ഈശോ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു.